എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമ്മ നല്ല ഉറക്കമാണ്. ഉറക്കത്തിന് സമയത്താണ് രാധികാമ്മയുടെ സ്വപ്നത്തിലേക്ക് ഭദ്രം വരുന്നത്. ഭദ്രം വന്നിട്ട് പറഞ്ഞു, നീ എന്നെ കൊന്നു തള്ളുവല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടത്തിലടി എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മയുടെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുകയാണ്. രാധികാമ്മ അയ്യോ ഭദ്ര, എന്നെ ഒന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് കിടന്ന് അലർന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലവിളി ശബ്ദം കേട്ടിട്ടാണ് പെട്ടെന്ന് വരന് ചാടി എഴുന്നേക്കുന്നത്. വരൻ രാധികാമ്മയുടെ ഒപ്പമാണ് കിടക്കണേ. പെട്ടെന്ന് രാധികാമ്മ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടോ അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അലർന്ന് നിർവിളിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ ഇത് എന്താ കാണിക്കണമെന്ന് ചോദിക്കാം. വരനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് ഭദ്രൻ അത് വീണ്ടും തെറ്റിദ്ധരിക്കണം. അയ്യോ എന്റെ അടുത്തേക്ക് വരില്ല ഭദ്ര, എന്റെ അടുത്തേക്ക് വരില്ല, എന്നെ ഒന്നും ചെയ്യില്ലെന്ന് പറയാണ്. പിന്നീട് വരൻ രാധികാമ്മയുടെ കൈകൊട്ടൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, എന്താ അമ്മ എന്താ ഈ കാണിക്കണമെന്ന് ചോദിക്കുക. പെട്ടെന്ന് രാധികാമ്മ സ്വഭാവത്തിലേക്ക് വന്നു. വരണ നീയായിരുന്നു, ഭദ്രം വന്നടാ. ഇപ്പൊ ഭദ്ര സ്വപ്നത്തിലാ വന്നത്, നേരത്തെ നേരിട്ടായിരുന്നു വരുന്നേ, ഇപ്പൊ സ്വപ്നത്തിൽ വന്നെന്ന് പറയണം. എന്റെ അമ്മേ, ഈ ഭദ്രൻ ഇങ്ങനെ ഇവിടെ കിടന്ന് അലറി വിളിക്കല്ലേ. ആരെങ്കിലും കേട്ടോണ്ട് ഇങ്ങോട്ട് വന്ന അതോടുകൂടി തീർന്നു. പിന്നെ നമ്മൾ ആ ക്രൂരകൃത്യം ചെയ്തെന്നുള്ള സത്യം പുറത്തറിയൂന്ന് പറയാ. എടാ വരണേ, ഞാനിന്ന് മനഃപൂർവ്വം ചെയ്യുന്നല്ലടാ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. ആ ഭദ്രന്റെ ആത്മാവ് ഇവിടെ ഉണ്ടാന്ന് പറയാ. അമ്മേ, ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഭദ്രൻ എന്നുള്ള പേര് പോലും അമ്മ ഇവിടെ മിണ്ടിയേക്കല്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ പറയണേ. ഇപ്പൊ തന്നെ ആ രേഖയുടെ മുറിയിൽ നിന്ന് നിന്നെ പുറത്താക്കിയത് നന്നായി. നീ വന്നതിന് ശേഷം ഞാൻ ശരിക്കും ഒന്ന് കിടന്ന് ഉറങ്ങണേ, അല്ലെ എനിക്ക് രാത്രി ഉറക്കം പോലും ഇല്ല. കണ്ണടച്ചാൽ ആ ഭദ്രനായിരുന്നു മുന്നിലേക്ക് വന്നോണ്ടിരുന്നേ. അമ്മയൊന്ന് നിർത്തുന്നുണ്ടോ, നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞോണ്ട് വരുണോടെ കിടക്കുവാണ്. ഈ സമയം ഉള്ള രാമനാമം എല്ലാം ജപിച്ചോണ്ട് രാധിക അവിടെ ഇരിക്കുക. രാധികയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കണ്ണടച്ചാ പിന്നെ വേറെ പല സ്വപ്നങ്ങളും കാണും. ഭദ്രൻ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു സുഖവും കിട്ടുന്നില്ല. എന്താണെന്നറിയത്തില്ല. കണ്ണേട്ടനോട് വഴക്കടിക്കാഞ്ഞിട്ടാന്ന് തോന്നുന്നത്. ഒരു വഴക്കടിക്കണം, ഇല്ലെങ്കിൽ ഒരു സുഖം കിട്ടുന്നില്ല. പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ കണ്ണേട്ടൻ തന്നോട് ഭയങ്കര സ്നേഹമാണ്. താൻ ഗർഭിണിയും കൂടെ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്റെ മനസ്സൊന്ന് വേദനിപ്പിക്കാൻ നോക്കുക. അത് പക്ഷെ തനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എന്താ ഒരു പോംവഴി. അങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു ഗ്ലാസ് ചായയും ഒരു ഗ്ലാസ് പാലും വെള്ളം ഒക്കെ ആയിട്ട് ഗോവിന്ദ് വരുന്നത്. പിന്നീട് ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു, അതെ ഈ പാല് നിനക്കുള്ളതെന്ന് പറയണ. പാലോ? അതെ, നല്ല വെച്ചൂർ പശുവിന്റെ പാലാണ്, കുങ്കുമപ്പൂവൊക്കെ ഇട്ട ഈ ചായ എനിക്കുള്ളതെന്ന് പറയണം. ഇത് കേട്ടതും ഗീത് പറഞ്ഞു, എന്റെ കണ്ണേട്ടാ, രാവിലെ ഈ പാലും വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഛർദ്ദിക്കാൻ വരും. വെറും വയറ്റില് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് കയറും എന്ന് പറയാം. ആര് പറഞ്ഞു? അതെ, എന്റെ കൊച്ചിനെ നല്ല കളറൊക്കെ ഉണ്ടാൻ വേണ്ടിട്ടാന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗീത് പറഞ്ഞു, അതെ കൊച്ചിന് ഇത്തരം കളറും കാര്യങ്ങളൊക്കെ മതി, ഉണ്ടാകുന്നത്ര മതി, കൂടുതലായിട്ടൊന്നും വേണ്ടാന്ന് പറയാം. പിന്നെ പശുവും പാലും കുടിച്ചിട്ടല്ലേ ഇപ്പൊ കൊച്ചിന് കളർ ഉണ്ടാകാൻ പോകുന്നേ. അപ്പന്റെ അമ്മേനെ കളർ കിട്ടിയാൽ മതി എന്ന് പറയാം. ഇല്ല, ഇനിയിപ്പം വിജയലക്ഷ്മി അമ്മയുടെ പേരക്കുട്ടിയല്ലേ, അപ്പൊ ആ രീതിയിലുള്ളതല്ലേ, കളറിലൊന്നും കാര്യമില്ല. അമ്മേനെ പോലെ നല്ലൊരു സംഗീതജ്ഞ ആയാൽ മതിയായിരുന്നു, അത് മതി. അങ്ങനെയാണ് നമ്മൾ കലക്കൂന്ന് പറയണേ. ഈ വിജയലക്ഷ്മി എന്നുള്ള പേര് കേട്ടതും ഗോവിന്ദിന് പെരുത്ത് കയറി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, വഴക്കടിക്കാൻ പറ്റില്ല ഇവളോട്. അതുകൊണ്ട് കടിച്ചു പിടിച്ച് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഗീത പറഞ്ഞു, വിജയലക്ഷ്മി അമ്മയുടെ പേരക്കുട്ടി അമ്മ നല്ല സൂപ്പർ ആയിരിക്കും, ആ കഴിവ് കൂടെ കിട്ടിയ ഞാൻ ഇവിടെ ഒരു പൊളിക്ക് അങ്ങോട്ട് പൊളിക്കൂന്ന് പറയണം. എന്റെ ലച്ചുമോളെ, നിന്നെ സമ്മതിച്ച് അന്തിക്കുന്നു എന്നൊക്കെ പറയണം. ഗോവിന്ദന് എന്ത് മറുപടി പറഞ്ഞു നിർത്തില്ല. ഗോവിന്ദ് ആത്മസമയം പാലിച്ചു. പിന്നീട് ഒരു ചിരിയൊക്കെ മുഖത്ത് വരുത്തുകയാണ്. അതെ, വെറുതെ എന്നോട് പറയണ്ട, അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നും ഇല്ല എന്ന് പറയണം. വെറുതെ വഴക്കടിക്കാൻ നോക്കണ്ടെന്ന് പറയണം. ഈ സമയം ഗീത പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആ ചായയും കൂടെ ഞാൻ കുടിക്കാന്ന് പറഞ്ഞ് ചായ വാങ്ങിച്ചു കുടിക്കണം. കണ്ണേട്ടനെ ഈ പാല് കുടിച്ചോളാൻ പറയും. ഗോവിന്ദ് ആ പാല് കുടിക്കാൻ ഇച്ചിരി വായിലേക്ക് വെച്ചു. ഗോവിന്ദനാണെങ്കിൽ എന്തോ കണക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ. എന്ത് പറ്റി കുടിക്കാത്ത? ഒന്നുമില്ല. അതെ, വെച്ചൂർ പശുവിന്റെ പാലാ കുടിക്കാൻ പറയാണ്. ഗോവിന്ദ് പറഞ്ഞു, ഞാൻ കളയുന്നില്ല, ഞാൻ കുടിച്ചോളാന്ന് പറയണം. അങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ല, അങ്ങോട്ട് കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ബലമായിട്ട് കുടിപ്പിക്കുക. അയ്യോ, ഗോവിന്ദൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് ഗോവിന്ദ് എന്ത് ചെയ്യണം, ഗീതിന്റെ കയ്യിലെ ചായയും കൂടെ മേടിച്ചുകൊണ്ട് കുടിക്കുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ ഗീത ചിരിച്ചു. ഗീത എന്നിട്ട് അല്ല കണ്ണേട്ടാ, ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ട് കണ്ണേണ്ടെന്ന് എന്നോട് ദേഷ്യപ്പെടാത്തെന്ന് ചോദിക്കും. എന്തിന്? അതെ, എന്നോട് ദേഷ്യപ്പെടും, നമുക്ക് വഴക്കുണ്ടാക്കാം. ഒരു വഴക്കടിക്കാഞ്ഞിട്ട് ഒരു സുഖമില്ലെന്ന് പറയാം. ഓഹോ, ഇപ്പൊ വഴക്കടിക്കാത്ത ഭയങ്കര ബുദ്ധിമുട്ടാ നിനക്കല്ലേന്ന് ചോദിക്കും. അതേന്നേ, ഒരു വഴക്കടിക്കാത്തോണ്ട് ഒരു സുഖം കിട്ടുന്നില്ല, ഒന്ന് വഴക്കടിക്കാൻ പറയണം. അതെ, വഴക്കടിക്കേണ്ട മൂഡിലൊന്നും അല്ല ഞാൻ സ്നേഹിക്കാനുള്ള മൂടല്ല. ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ഗീതിന്റെ കയ്യിലേക്ക് കയറി പിടിക്കണം. ഗീത പറയാം, അങ്ങനെ ഇപ്പൊ വേണ്ടാന്ന് പറയണം, മര്യാദയ്ക്ക് വിട്ടിട്ട് പോകാൻ പറയണം. അതെ, ഞാൻ എന്നാ കുളിച്ചിട്ടൊന്ന് പെട്ടെന്ന് വരാന്ന് പറയും. കുളിച്ചിട്ടോ? അതെ, കുളിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറയണം എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ഗീതു ഇങ്ങനെ ആലോചിച്ചു, പക്ഷെ എന്താ ചെയ്യണ്ടേ, എന്തേലും ചെയ്യണം, ഗോവിന്ദനെ കൊണ്ടൊന്ന് വഴക്കടിപ്പിക്കണം, എന്തേലും മാർഗം കണ്ടെത്തിയേ മതിയാവുള്ളൂ.
പിന്നീട് ഗോവിന്ദ് കുളി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗീതു എന്ത് ചെയ്യണം, ഗീതു പതുക്കെ അവിടെയുള്ള കുറെ പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അലമാരി തുറന്നിട്ട് അലമാരിക്കകത്തുനിന്ന് കുറെ പേപ്പറുകളെല്ലാം ഇങ്ങോട്ട് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സുകളാ ഫയലിനകത്തിരിക്കുന്ന, അതെല്ലാം എടുത്തിട്ട് സൈനിങ് അതോറിറ്റിയുടെ അടുത്ത് ഗീതുവിന്റെ സൈൻ ഇടുവാണ്. പിന്നീട് ഗീതു ഒന്നും അറിയത്തില്ലാത്തവട്ടി പുറത്തു പോയിരുന്നു. ആ സമയം ഗോവിന്ദ് എന്ത് ചെയ്യണം, ഗോവിന്ദ് എന്ന അലമാരി തുറന്ന് ഷർട്ട് എടുക്കാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനാണ് അതിനകത്ത് ഒരു ഫയൽ ചാടിയത്. ആ ഫയൽ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ഗീതു സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഗോവിന്ദ് മാധവൻ എന്ന സ്ഥലത്ത് ഇവൾക്ക് ആരെ സൈനിങ് അതോറിറ്റി കൊടുത്തേ, താൻ സൈൻ ചെയ്യുന്നതിന്റെ അടുത്ത് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് ഇവള് കൊണ്ട് സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓഹോ, അപ്പൊ തന്നെ കൊണ്ട് മനഃപൂർവ്വം വഴക്കടിപ്പിക്കാനുള്ള പരിപാടി ഇവളുടെ, ഇതെങ്ങനെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ തന്നെ ഗീതു അങ്ങോട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടി കയറി വരുവാണ്. പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, അല്ല ഗീതു, നിനക്ക് ആരായി സൈനിങ് അതോറിറ്റി തന്നേന്ന് ചോദിക്കാം. ആ അതാണോ, ഞാനാ സൈൻ ചെയ്തേ, ഇനി ഇപ്പം ഗോവിന്ദായിട്ട് സൈൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ സൈൻ ചെയ്യുന്നു പറയാം. ആണോ, അങ്ങനെ എന്റെ കാര്യം ചെയ്യാം. ദേ വൈസ് ചെയർപേഴ്സൺ അല്ല നീ, ഇന്ന് മുതൽ നിനക്കൂടെ സൈൻ ചെയ്യാനുള്ള ഒരു ഇത് ഞാൻ ഉണ്ടാക്കി തരാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലോ, ഞാൻ സൈൻ ചെയ്തെടുത്ത് നീ സൈൻ ചെയ്താൽ മതിയല്ലോ എന്ന് പറയാം. അവിടെയും ഗീതുവിന്റെ പദ്ധതി പൊളിഞ്ഞുപോയി. ഗീതു പെട്ടെന്ന് പറഞ്ഞു, അതെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയണം. അങ്ങനെ പറയരുത് മോളൂ, നീ ഞാൻ സൈൻ ചെയ്തെടുത്തെല്ലാം സൈൻ ചെയ്യണം. ഇനിയിപ്പോ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ ചെയ്തോണെന്ന് പറയാം. വേണ്ട വേണ്ട, അതിന്റെ കാര്യമൊന്നും ഇല്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഗീതു പറഞ്ഞു, അതെ ഞാനേ അതിന്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഗോവിന്ദേണ്ട സൈൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ സൈൻ ചെയ്യും, ഗോവിന്ദേണ്ട എന്നാ ചെയ്യാം എന്നും പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് വന്നിട്ട് അവിടെ കുറെ ഫയൽ ഇരിപ്പുണ്ടായിരുന്നു. അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇത് കണ്ടോ ഈ ഇരിക്കുന്ന എല്ലാം ഞാൻ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാന്ന് പറയണം. ബെഡിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ കുറെ പേപ്പേഴ്സും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. ഗോവിന്ദ് പറഞ്ഞു, ആണോ, നീ സൈൻ ചെയ്തോ, ഇനി പോരെങ്കിൽ ഞാൻ വേറെ എടുത്തു തരാന്ന് പറയണം. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, ഓ ഇങ്ങനെ കൊണ്ട് ഞാൻ മടുത്തു കൊള്ളു. ഗോവിന്ദ് പറഞ്ഞു, എന്ത് പറ്റി, ദേഷ്യം വരുന്നുണ്ടോ, എന്നാ ഇത് കത്തിക്കാൻ തോന്നുന്നുണ്ടോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഇത് കത്തിക്കാൻ അങ്ങോട്ട് കൊണ്ട് കത്തിച്ചാൽ മതിയോ, അപ്പൊ നിന്റെ ദേഷ്യം മാറുമെന്ന് ചോദിക്കാം. ഗീത പറഞ്ഞു, കണ്ണേട്ടാ എന്ത്, എന്നെ ദേഷ്യം പിടിപ്പിക്കാല്ലേ, വേണേ കത്തിക്കണേ കൊണ്ട് കത്തിച്ചോ, ഇനി ഇപ്പൊ നിനക്ക് പിച്ചി ചീന്തി കളയാൻ പറ്റില്ലെങ്കിൽ നീ കൊണ്ട് കത്തിച്ചോളാൻ പറയണം. ഗീതന് മനസ്സിലായി അവിടെ കൊണ്ട് ഒന്നും ആയിട്ടില്ലെന്ന്. അവസാനം ഗീതു എന്ത് ചെയ്യണം, നേരെ ഒരു ചെന്നിട്ട് കത്രയും എടുത്തു. എന്നിട്ട് അലമാരി തുറക്കുവാണ്. നല്ലൊരു കോട്ട് എടുത്തുകൊണ്ട് കട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ശേ ഇതെന്തൊരു പരിപാടിയാ, ഇത് പഴയ കോട്ടല്ലേ, ഇത് കട്ട് ചെയ്തിട്ട് കാര്യമില്ല, കട്ട് ചെയ്യുമ്പോൾ നല്ല പുതിയ കോട്ട് തന്നെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അലമാരി തുറന്നിട്ട് അതിനകത്ത് നിന്ന് പുതിയൊരു കോട്ട് എടുക്കണം. ഇത് കട്ട് ചെയ്യാൻ പറയാണ്. അവിടെയും ഗീതു പരാജയപ്പെട്ടു പോയി. ഗീതുവിന് ദേഷ്യം വന്നു. ഗീതു പറഞ്ഞു, കണ്ണേട്ടാ മോളെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കണ്ട, ഞാൻ ദേഷ്യം പിടിക്കില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കില്ല, നീ തോൽവി സമ്മതിച്ചോ, അതാ നിനക്ക് നല്ലതെന്ന് പറയണം. പക്ഷെ ഗീതു തോൽവി സമ്മതിച്ചില്ല. ഗീതു പറഞ്ഞു, ഞാൻ കണ്ടോ താടി കട്ട് ചെയ്യാൻ പോവാന്ന് പറയണം. താടി മാത്രമാക്കണ്ട, കഴുത്തൂടെ കട്ട് ചെയ്തു, എന്നാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയണം. അവസാനം ഗീതുവിനെ ഗോവിന്ദ് അങ്ങോട്ട് ചേർത്ത് പിടിക്കുക. ഗീതു പറഞ്ഞു, പോവാ കണ്ണേട്ടാന്ന് പറയണം. ഇങ്ങോട്ട് വാ, എനിക്കിപ്പം നിന്നെ പ്രണയിക്കാനാ തോന്നേ, നിന്നോട് എനിക്കൊരു റൊമാൻസ് ഒക്കെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. അത്ര സമയം വഴക്കടിക്കാന്ന് പറഞ്ഞിരുന്ന ഗീതുവിന്റെ ആ വഴക്കടിക്കാനുള്ള സ്വഭാവമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ആ ഗോവിന്ദിന്റെ ആ കെട്ടിപ്പിടുത്തത്തിൽ അങ്ങോട്ട് മാറിപ്പോവാണ്. പിന്നീട് അവരവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയം സമനില ഏറ്റിയ പോലെ രാധികാമ്മ അവിടെ ഇരിക്കുകയാണ്. രാധികാമ്മ അടുത്തേക്ക് വരണമൊന്നിപ്പോ രാധികാമ്മ പറഞ്ഞു, എടാ മോനെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയണം. എന്താമ്മേ, എടാ എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ആ ഭദ്രൻ എന്റെ മുന്നിലേക്ക് വരുവാന്ന് പറയാം, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം. എടാ ആ മണ്ടയ്ക്കാട്ട് തിരുമേനി ഉണ്ടല്ലോ, അയാൾ നോക്കിയാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും എന്ന് പറയും. എന്ത്, എന്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ബാധയെ, എന്റെ അമ്മയുടെ ശരീരത്തിൽ ഒരു ബാധയില്ല, അമ്മയ്ക്ക് തോന്നുന്നതെന്ന് പറയും. ഇല്ലട മോനെ ഉണ്ട്, ബാധയുണ്ട്, ആ തിരുമേനി പ്രഗത്ഭനാന്നാ കേട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബാധ ഒഴിപ്പിക്കുന്ന കാര്യത്തില് നമുക്ക് ആ മന്ത്രവാദിനെ ഒന്ന് വിളിച്ചോണ്ട് വന്നാലും നിൽക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ഒരു പക്ഷേങ്കിൽ ഈ ഭദ്രന്റെ ശല്യം ഇതോടുകൂടി അവസാനിപ്പിക്കട്ടെ എന്ന് പറയണം. അമ്മേ ഈ ഭദ്രനൊന്നും മിണ്ടായിരിക്കാമെന്ന് ചോദിക്കണം. എന്ത് ചെയ്യാനാ, പറയാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയണം. പിന്നീട് രാധിക പറഞ്ഞു, മണ്ടയ്ക്കാട് തിരുമേനി പോയി കാണാൻ കുറെ പണം വേണം, പണത്തിന് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാം. അപ്പോഴേക്കും ഗോവിന്ദും ഗീതും കൂടെ അങ്ങോട്ട് വന്നേ. അല്ല രാധികാമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ പണം എന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് വരും പറഞ്ഞു, അതെ അമ്മയുടെ ശരീരത്തിൽ പ്രേതബാധ കൂടിയിട്ടുണ്ട്, അതിനെ ഒഴിപ്പിക്കാനാന്ന് പറയാം. പെട്ടെന്ന് രാധിക പറഞ്ഞു, എടാ മോനെ എനിക്ക് പറ്റുന്നില്ലടാ, ഞാനാണെങ്കിൽ രാത്രി മൊത്തം സ്വപ്നം കാണുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, ഓ ബാധയോ, രാധികാമ്മനെ കണ്ടു മിക്കവാറും ആ ബാധയായിരിക്കും ഓടുന്നേ, അല്ലാതെ രാധികാമ്മ ആയിരിക്കില്ല ഓടുന്നതെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധികാമ്മയ്ക്ക് ദേഷ്യം വന്നു. ഞാൻ എന്റെ മോനോടാ സംസാരിക്കണം എന്ന് പറയാ. ഇത് കേട്ടപ്പോ ഗീതു ഗോവിന്ദനോട് പറഞ്ഞു, വാ ഗോവിന്ദേട്ടാ നമുക്ക് പോയേക്കാം. എന്തേ രാധികാമ്മ സംസാരിക്കാൻ വരണേട്ടനോടാ, പിന്നെ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയും. പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, കണ്ണ നീ പോവാണോ, നീ എന്റെ മോൻ എന്ന് പറയാണ്. ഞാനോ, ഞാൻ കരുതി രാധികാമ്മേ വരനെ കുറിച്ചായിരിക്കും രാധികാമ്മ പറഞ്ഞെന്നുള്ളത്, അല്ലാതെ എന്നെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യം രാധികാമ്മയ്ക്കില്ലല്ലോ എന്ന് ഗോവിന്ദ് പറയണം. ഇത് കേട്ടതിന് രാധികാമ്മ ഇന്ന് ഞെട്ടിപ്പോയി. അത്രയ്ക്കും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. പിന്നീട് വരും പറഞ്ഞതേ അമ്മയ്ക്ക്
ആ മണ്ടയ്ക്കാട്ട് തിരുമേനി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ അതിന് കുറച്ച് പണം വേണം ഗോവിന്ദേട്ടാന്ന് പറയണം. രാധിക പറഞ്ഞു ശരിയാ, കുറച്ച് പണം വേണം, എങ്ങനെയെങ്കിലും നീ തരണമെന്ന് പറയാം. ദേ എനിക്ക് ഈ കാര്യത്തിലൊന്നും വിശ്വാസമില്ലെന്ന് അമ്മയ്ക്കറിയാലോ. അല്ല അമ്മയ്ക്ക് എന്ന് മുതലേ ഈ വിശ്വാസമൊക്കെ തുടങ്ങിയത്? അമ്മയ്ക്ക് നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരു ക്ഷേത്രത്തിൽ പോലും പോകാത്ത അമ്മയാണല്ലോ. പെട്ടെന്ന് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ മോനെ കണ്ടാ ഞാന് എന്തേലും ആട്ടെ, എത്ര വെച്ചാൽ ഗീതുവിനോട് വാങ്ങിച്ചോ എന്നും പറഞ്ഞ് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് ഗീതു അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേന്റെ രാധിക പറഞ്ഞു കേട്ടില്ല. അവൻ പറഞ്ഞ് ഗീതുവിനോട് പറഞ്ഞ് വാങ്ങിച്ചോളാന്. ഇപ്പൊ അതിനർത്ഥം എന്താ? അവളാണ് ഇവിടുത്തെ കാര്യക്കാരി എന്നല്ലേ? അപ്പൊ നമ്മളൊക്കെ വെറും ഒന്നുമല്ല എന്നൊക്കെ പറയണ. വരും പറഞ്ഞു അത് സാരമില്ല, ഞാൻ ഗീതുവിന്റെ കാണാൻ പോട്ടെ എന്ന് പറയണ. എന്തിന്? ഈ പേരിൽ കുറച്ച് പണം പിടുങ്ങണം, അതിന് വേണ്ടിട്ടാന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ഗീതു എന്നും പറഞ്ഞോണ്ട് ഗീതുവിനെ പറയാൻ അങ്ങോട്ട് ഓടുവാണ്. രാധിക അമ്മയ്ക്ക് സമ്മതം ഏറ്റുന്ന പോലെ തോന്നി. പിന്നീട് മണ്ടയ്ക്കാട് തിരുമേനി വീട്ടിൽ വന്നു. ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുവാണ്. ഈ സമയം ഗോവിന്ദ് മാത്രമില്ല. ഗോവിന്ദിന് ഇമാതിരി കാര്യങ്ങളൊന്നും താല്പര്യമില്ല. ബാക്കി അയ്യപ്പേണ്ണും കാഞ്ചനെ എല്ലാവരും സഹിതമുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. രാധികാമ്മനെ പിടിച്ച് അവിടെ ഒരു ചെയറിലേക്കും കൂടി ഇരുത്തിയേക്കുവാണ്. പിന്നീട് ഹോമങ്ങളൊക്കെ നടത്തുവാണ്. ഹോമം നടത്തി കഴിഞ്ഞ് രാധികാമ്മയോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഒഴിഞ്ഞു പോകുമെന്ന് ചോദിക്കാം. ഇത് കേട്ടൻ രാധികാമ്മ പറഞ്ഞു, എന്റെ തിരുമേനി എത്രയും പെട്ടെന്ന് ഒഴിച്ചു കളാ, എനിക്കാണെങ്കിൽ പറ്റുന്നില്ല ഇവിടെ ഇരിക്കാനായിട്ട്, എത്രയും പെട്ടെന്ന് ഒന്ന് കളയാൻ പറയണം. പിന്നീട് തിരുമേനി ചോദിച്ചു, അതെ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കുക. അതല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികാമ്മ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് തിരുമേനി വീണ്ടും ഹോമം തുടങ്ങി. ഹോമം തുടങ്ങിയിട്ട് ഒഴിഞ്ഞു പോകുന്ന ചോദിച്ചു കഴിയുമ്പത്തേനും ഗീത ഉടനെ പറയും ഇല്ല എന്ന് പറയണം. അപ്പൊ രാധികാമ്മ പറയുന്ന സൗണ്ടിൽ പറയണം. അപ്പൊ തിരുമേനി ഓർത്തെ അത് രാധികാമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അവസാനം തിരുമേനി ഗതി കെട്ടു. തിരുമേനി പറഞ്ഞു ഇനി ഇതും കൊണ്ട് ശരിയാകത്തില്ല, ഇനി കടുത്ത പ്രയോഗം തന്നെ വേണ്ടിവരും, ഞാൻ നിന്നെ ഒഴിപ്പിച്ചു വിടാൻ പോവാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം രാധികാമ്മ പറഞ്ഞു എന്റെ തിരുമേനി എത്രയും പെട്ടെന്ന് ഒഴിപ്പിച്ചു വിട്, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും, എന്നാലും നീ സമാധാനപ്പെടുകയുള്ളൂ, നീ പോകത്തുള്ളൂ എന്ന് പറയണ. അടിയിക്കാനാണെ നേരത്തെ അടി കൊടുത്ത് പറഞ്ഞു വിട് തിരുമേനി എന്നൊക്കെ രാധികാമ്മ പറഞ്ഞ് വലിയ അഹങ്കാരത്തിൽ ഇരിക്കുക. രാധികാമ്മയ്ക്ക് അറിയത്തില്ലല്ലോ തനിക്കിട്ട് കിട്ടാൻ പോകുന്ന പണി എന്താന്ന്. അവസാനം തിരുമേനി എന്ത് അങ്ങോട്ട് എഴുന്നേറ്റ് രാധികാമ്മനെ അടിക്കാൻ ചെല്ലുവാണ്. രാധിക പറഞ്ഞു എന്നെ അടിക്കണം, അയ്യോ വേണ്ട എന്നെ അടിക്കണ്ടെന്ന് പറയണം. അപ്പം നീ പോകില്ലല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗീതവും കാഞ്ചനെ രേഖയൊക്കെ പറഞ്ഞ് പോകത്തില്ലെന്നല്ലേ തിരുമേനി പറഞ്ഞേ, ഇനി എന്തിനാ തിരുമേനി അമ്പാന്തിച്ച് നിൽക്കണമെന്ന് ചോദിക്കാം. വരും പറഞ്ഞു അത് ശരിയാന്ന് പറയണം. പിന്നീട് തിരുമേനി ഒന്നും നോക്കില്ല, രാധികാമ്മനെ അടിക്കണം. രാധികാമ്മ അയ്യോ എന്നെ അടിക്കല്ലേ എന്ന് പറയണം. നീ ഒഴിഞ്ഞു പോവോ, ഞാൻ പോയിക്കൊള്ളാവേന്ന് പറയണം. ഇത് കേട്ടാൻ ഗീത പറഞ്ഞു കേട്ടില്ല തിരുമേനി, ഇത് രാധികാമ്മയുടെ സംസാരം, ഇത് രാധികാമ്മയല്ലല്ലോ, രാധികാമ്മയുടെ ഉള്ളിൽ നിന്ന് വേറെ ആരോ അല്ലേ പറയണേ, ആ പ്രേതമല്ലേ പറയണേ. അപ്പൊ ആ പ്രേതത്തിന്റെ സംസാര ശൈലിയല്ലേ വേണ്ടത്, രാധികാമ്മയുടെ അല്ലോ എന്ന് പറയാം. അത് ശരിയാണല്ലോ. തിരുമേനി വീണ്ടും അടിക്കുകയാണ്. രാധികാമ്മ ഓടിക്കഴിയുമ്പോഴത്തേനും കാഞ്ചനായിട്ട് ഗീത പറഞ്ഞു അതെ രാധികാമ്മ ഓടുന്നുണ്ടോ, രാധികാമ്മനെ പിടിച്ചു നിർത്ത് അല്ലെങ്കിൽ പണിയാവൂന്ന് പറയാണ്. ഇത് കേട്ടതും രാധികാമ്മനെ ഓടിപ്പോയി കാഞ്ചനെ പിടിക്കുകയാണ്. ഇനി തല്ലിക്കോ തിരുമേനി എന്ന് പറയാം. കുറെ എണ്ണങ്ങളുടെ രാധികാമ്മയ്ക്ക് കൊടുക്കണം. അവസാനം രാധികാമ്മ പറഞ്ഞു ഞാൻ പോയിക്കൊള്ളാന്ന് പറയാണ്. ഞാൻ ഈ നിൽക്കുന്ന കാഞ്ചനയുടെ ശരീരത്തിലേക്ക് പോയിക്കൊള്ളാന്ന് പറയാ. കാഞ്ചന പെട്ടു, എന്ത് ചെയ്യാൻ പറ്റും. പിന്നീട് കൃത്രിമമായിട്ട് ഒരു ബോധകടലൊക്കെ അഭിനയിക്കുവാണ് രാധികാമ്മ. പിന്നീട് രാധികാമ്മ എഴുന്നേറ്റ് ചോദിച്ചു എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം കാഞ്ചന അടുത്തേക്ക് തിരുമേനി വന്നു. കാഞ്ചന പറഞ്ഞു എന്റെ തിരുമേനി എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ മതി, എന്നെ തല്ലുമൊന്നും വേണ്ടാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് തല്ലാനുള്ളൊരു മൂടാന്ന് പറയണം. പിന്നീട് കാഞ്ചനെ ഓടിച്ചിട്ട് തല്ലുക. അപ്പോഴേക്കാണ് ഗോവിന്ദ് അങ്ങോട്ട് കയറി വരുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോന്ന് ചോദിക്കാണ്. ഒരു നിമിഷം എല്ലാരും ഞെട്ടിപ്പോയി. എന്ത് കോപ്രായങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നേ, നിനക്കെന്താ ഒട്ടും വിവരം വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്ന് ചോദിക്കാണ്. ഇത് കേട്ടതും രാധികാമ്മ പറഞ്ഞു മോനെ കണ്ണ ഇത് കണ്ടോ എന്റെ ശരീരത്തെ ബാധനെയെല്ലാം ഒഴിപ്പിച്ചു എന്നൊക്കെ പറയാണ്. രാധികാമ്മയ്ക്ക് തലയ്ക്ക് ഭ്രാന്ത, വല്ല സൈക്കാട്രിസ്റ്റിനെ കാണാനുള്ളതിന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നു പറയണം. മോനെ കണ്ണ നീ ഇങ്ങനെയൊന്നും പറയരുത്, എന്റെ ശരീരത്തെ ബാധയൊക്കെ ഒഴിപ്പിച്ച് ഇപ്പൊ കണ്ടില്ലേ, എന്നെ കണ്ടാൽ തന്നെ തോന്നത്തില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് ദേഷ്യത്തോടെ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, രാധികാമ്മനെ ഏത് ബാധ പിടികൂട്ടണമെന്നാ പറഞ്ഞേ, ഏത് ബാധയുടെ കാര്യം പറഞ്ഞില്ലേന്ന് ചോദിക്കുക. ഗീത പറഞ്ഞു അത് ശരിയാ, ഏത് ബാധയാന്ന് ചോദിക്കുക. രാധികാമ്മ ആകെപ്പാടെ പെട്ടുപോയി, എന്ത് മറുപടി പറയുന്ന അറിയില്ലാതെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.